ടെൻഡർ കോക്കനട്ട് ബ്രെഡ് പുഡിംഗ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങാപ്പാൽ 3 കപ്പ്, കരിക്കിൻ്റെ വെള്ളം 1.5 കപ്പ്, കരിക്കിൻ്റെ പീസസ് 1 കപ്പ്, ബ്രെഡിൻ്റെ സ്ലൈസസ് 3 എണ്ണം, അതിൻ്റെ അരികെല്ലാം മാറ്റിയത്, പഞ്ചസാര 6 ടേബിൾ സ്പൂൺ, ചൈന ഗ്രാസ് 10 ഗ്രാം, മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റൻഡ് കണ്ടൻസ് മിൽക്ക് 400 ഗ്രാമിൻ്റെ 1 ടിന്ന്. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ബ്രെഡ് പുഡിംഗ് തയ്യാറാക്കാൻ തുടങ്ങാൻ പോകുന്നു. ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. ഇതിപ്പോൾ ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര തിക്ക് പാൽ വേണമെന്നില്ല, ഒരു 2ാം പാലിൻ്റെ അയവിലുള്ള പാലായാലും മതി. അതൊരു 3 കപ്പുണ്ട്. പിന്നെ അതുപോലെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് എന്ന് പറഞ്ഞ് കിട്ടുമല്ലോ, അത് ഒരു 10 ഗ്രാംസിൻ്റെ പാക്കറ്റ്സാണ് സാധാരണ കാണുന്നത്. അതിൽ നിന്ന് ഒരു 4 ഗ്രാം കണക്കാക്കി എടുക്കുക. 4 ഗ്രാംസ് നേരെ പകുതി എടുത്താൽ 5 ഗ്രാം, അതിൽ നിന്നൊരു അല്പം മാറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ 4 ഗ്രാം. ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ട് അതാണ് ആദ്യത്തെ പരിപാടി. അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് സോക്കാകാൻ കുതിരാനായിട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന സമയം കൊണ്ട് അത് കുതിർന്നിരിക്കും. അപ്പോൾ അതൊരു സൈഡിലിരിക്കട്ടെ. പിന്നെ വേണ്ടത് ഒരു 3 ബ്രെഡ് സ്ലൈസസ്. അത് ഞാൻ 2 സൈഡ് 4 നോക്കി 2 സൈഡിലെ ഇതൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, 3 സ്ലൈസ്. ഇനി അതുപോലെ തന്നെ ഇത് ഒരു കരിക്കിൻ്റെ അകത്തുള്ള കാമ്പാണ്, അകത്തുള്ള ഫ്ലഷി പാർട്ട്, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം കരിക്കിൻ്റെ വെള്ളവും കൂടിയുണ്ട്. ഈ ഒരു കാര്യവും ഇത് ഏകദേശം ഒരു 1/4 കപ്പ് വരും. ഓക്കെ, ഇതും ഈ 3 ബ്രെഡും കൂടി ചേർത്തിട്ട് നന്നായിട്ട്, അതുപോലെ കരിക്കിൻ്റെ വെള്ളം, ഇത് ഏകദേശം ഒരു 1.5 കപ്പ് കരിക്കിൻ്റെ വെള്ളമുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് വരാം. അപ്പോൾ മിക്സിയുടെ ബൗളിലേക്ക് കരിക്കിൻ്റെ പീസസ്, അതിലേക്ക് ബ്രെഡ് 3 എണ്ണം ചെറിയ പീസസായിട്ട് മുറിച്ച് ഇങ്ങനെ പിച്ചി ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് കരിക്കിൻ്റെ വെള്ളം, ഇത് 1.5 കപ്പുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിടും. യെസ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് വയ്ക്കാം. ചൈന ഗ്രാസ് ഒരു 10 ഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും. അതിങ്ങനെ ചെറിയ പീസസായിട്ട് മുറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10-20 മിനിറ്റ് കുതിർന്ന് കഴിയുമ്പോൾ, 20 മിനിറ്റ് തന്നെ വേണ്ട, ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് കുതിരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ ഇളക്കി അത് നല്ലതായിട്ട് അലിഞ്ഞ് ഇതായിട്ട് വരും. പിന്നെ അത് അരിപ്പയിലൂടെ അരിച്ചെടുത്താൽ മതി, തരിയൊന്നും ഇല്ലാണ്ട് കിട്ടും. അങ്ങനെ നമ്മുടെ മിക്സ് ഇസ് റെഡി. അതായത് ഇതിൽ കരിക്കുണ്ട്, ഒരു കരിക്കിൻ്റെ അകത്തെ ഭാഗം, ഒരു കരിക്കിൻ്റെ വെള്ളം, അത് ഏകദേശം ഒരു 1.5 കപ്പുണ്ട്. അത് കൂടാതെ 3 ബ്രെഡിൻ്റെ സ്ലൈസസ്, അരികെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സമയം കൊണ്ട് ചൈന ഗ്രാസ് വെള്ളത്തിൽ, ഇത് 1.5 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ്, 10 ഗ്രാം ചൈന ഗ്രാസ്, അത് കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ഉരുക്കിയെടുക്കാം. അടുപ്പ് കത്തിച്ച് കഴിഞ്ഞു. ഇനി നോക്കിക്കോളൂ, ഇനി ഇത് ചൂടായി തിളച്ച് വരുമ്പോൾ നന്നായിട്ട് ഉരുകും. ഉരുക്കി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് പ്രോസസ്സ് കാണാം. നന്നായിട്ട് തിളച്ചു, ഇതാ നോക്കിയേ, അലിഞ്ഞ് ഒന്നുമില്ലാണ്ടായി പീസസൊക്കെ. എങ്കിലും നമ്മളിത് അരിച്ചാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ടത്. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ്, നെക്സ്റ്റ് ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ, ഞാൻ പറഞ്ഞില്ലേ 2ാം പാലിൻ്റെ അയവിൽ എടുത്താൽ മതി. ഇനി തേങ്ങാപ്പാൽ അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്, ചെറിയ തീയിലേക്ക് മാറ്റാം. ഇതിലേക്ക് മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റൻഡ് കണ്ടൻസ് മിൽക്ക് 1 ടിൻ, 400 ഗ്രാമിൻ്റെ 1 ടിൻ നമ്മൾ ചേർക്കുന്നു. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എങ്കിലും ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി വേണം. നല്ലതായിട്ട് ഓൾമോസ്റ്റ് ഒരു ബോയിലിംഗ് പോയിൻ്റ് എത്തട്ടെ. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഇതിലേക്ക് ചേർന്ന്, അത് കഴിഞ്ഞാൽ ഇതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന, അതായത് ഏകദേശം ചൂട് സിമിലർ ആയിരിക്കണം. ചൈന ഗ്രാസ് ഉരുക്കിയതിൻ്റെ ചൂടും പാൽ മിശ്രിതത്തിൻ്റെ ചൂടും ഓൾമോസ്റ്റ് സെയിം ആയിട്ടിരുന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പാലും കണ്ടൻസ് മിൽക്കും അതുപോലെ തന്നെ പഞ്ചസാരയും ചേർന്ന മിശ്രിതം ഓൾമോസ്റ്റ് ബോയിലിംഗ് പോയിൻ്റ് ആയി കഴിഞ്ഞു. ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസും കൂടി ചേർക്കാം. ചൈന ഗ്രാസ് അരിച്ചതുകൊണ്ട് തരിതരിയായിട്ട് ഇങ്ങനെ കിടക്കില്ല. അല്ലെങ്കിൽ എത്ര നമ്മൾ ഉരുക്കി കഴിഞ്ഞാലും അതിൽ ചെറിയ 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 പീസസ് ഇതിൽ തരി പോലെ തോന്നും. അത് പാലിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യുന്നു. ഇനി ഇതിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ മിശ്രിതം.
കരിക്ക് ബ്രെഡ് കോംബോ, കരിക്കിൻ്റെ വെള്ളം എല്ലാം കൂടി ചേർന്നത് അത് ചേർക്കുന്നു. അങ്ങനെ നമ്മുടെ കോക്കനട്ട് ബ്രെഡ് പുഡിംഗ് ഈസ് റെഡി എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യാനായിട്ടുള്ള സമയമായി. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഇത് പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ഇത് ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ, കുറച്ച് എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി. അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിലാണെങ്കിൽ എല്ലാം കൂടി ഒരു പാത്രത്തിൽ ഒഴിക്കാം. ഞാനിപ്പോൾ 2 പാത്രത്തിലായിട്ടത് സെറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല സെറ്റായി കിട്ടും. അങ്ങനെ 2 പാത്രം കറക്റ്റ് പുഡിങ് ഇവിടെ സെറ്റാക്കി ഒഴിച്ച് കഴിഞ്ഞു. ഇനി അത് തണുത്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റായി വരും. അത് കഴിഞ്ഞിട്ടെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഈ ചൂടോടെ എടുത്ത് വെക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇതിൽ കരിക്കിൻ്റെ പീസസ് കുറച്ച് തരിതരിപ്പായിട്ടാണ് എടുത്തത്, ഭയങ്കര ഫൈനാക്കിയില്ല. കരി ഇടയ്ക്ക് നമുക്ക് കടിക്കാൻ വേണമല്ലോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ പീസസും കിട്ടും. ഇതിൽ പ്രത്യേകിച്ച് അലങ്കാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് കരിക്കിൻ്റെ പീസസൊക്കെ എടുത്തിടാം. അങ്ങനെ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ നല്ലൊരു വൈറ്റ് പുഡിംഗ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ പുഡിംഗ് സെറ്റായി ഏകദേശം ഒരു 20 മിനിറ്റ് ആയപ്പോൾ, 20 ഏകദേശം ഒരു അരമണിക്കൂർ എന്ന് പറയാം. അതേ നോക്കൂ, നല്ല സെറ്റായിരിക്കുന്നത്. ഇത് ഏകദേശം എത്ര പേർക്ക് കഴിക്കാമെന്ന് ചോദിച്ചാൽ ഒരെണ്ണം ഒരു 9 പേർക്ക് കൊടുക്കാം. ഇതൊരു 9 പേർക്ക്. അപ്പോൾ 18 to 20 പീപ്പിളിന് നമുക്ക് കൊടുക്കാൻ പറ്റും. 18 ഒരുവിധം സ്ക്വയർ പീസസ് ആയിട്ട്. ഡിസേർട്ടല്ലേ, അപ്പോൾ ഒരുപാട് വേണ്ടല്ലോ. ഇത് അത്യാവശ്യം മധുരവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ലൊരു കോക്കനട്ട് ഫ്ലേവറായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ വീട്ടിലേക്ക് അതിഥികളെയൊക്കെ വിളിക്കുമ്പോൾ ഒരു 15 മുതൽ 20 വരെയുള്ള അതിഥികൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കി കൊടുക്കാം. 10 പേരാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ നേർ പകുതി എടുത്തിട്ട് ഉണ്ടാക്കുക. പിന്നെ കൂടുതൽ കുട്ടികൾക്ക് സെക്കൻഡ് ഹെൽപ്പിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കിക്കോളൂ. 10 12 പേര് വരുമ്പോഴും ഇത് വളരെ ഒരുപാട് ലാവിഷായിട്ട് കൊടുക്കാനായിട്ടാണ് അതിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കില്ലേ സാധാരണയായിട്ട്, അതുപോലെ തന്നെ ശ്രീലങ്കക്കാർക്കും ചമ്മന്തിയൊക്കെ ഉണ്ട്. അത് അവർക്ക് ചോറിൻ്റെ കൂടെ ഒരു വലിയൊരു ഡെലിക്കസിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രിങ് ഹോപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം മാതിരി ശ്രീലങ്കക്കാർക്കും ഉണ്ട്, അതിൻ്റെ കൂടെയും കഴിക്കാറുണ്ട് ഈ ചമ്മന്തി. അപ്പോൾ അതിന് അവർ പറയുന്നത് സംബോൾ എന്നാണ്. സംബാൽ അങ്ങനെയൊക്കെ പല പേരിലും പ്രൊനൗൺസിയേഷൻ ഇസ് ഡിഫറെൻറ്റ്. സംബാൽ ആൻഡ് സംബോൾ അങ്ങനെ പറയും. അത് ഭയങ്കര സിമ്പിളാണ്. അത് ഉണക്കമീനും കൂടി ചേർത്തും ചെയ്യാം, വിത്തൗട്ട് ഉണക്കമീനും ചെയ്യാം, 2 രീതിയിലും ചെയ്യാം. പ്യുവർ വെജായിട്ടും ചെയ്യാം. അപ്പോൾ തേങ്ങ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ അകത്ത്. നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് ഏകദേശമൊക്കെ. പിന്നെ എന്താ പറയുക, കൊച്ചുള്ളി ഉണ്ടാകും, പിന്നെ മുളക് തരി, മുളക് പൊടി, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഉപ്പ്. ഉണക്കമീനും കൂടി ചേർക്കുകയാണെങ്കിൽ അത് വേറൊരു സ്റ്റൈലിൽ നല്ലതാണ്. അത് ആ രീതിയിലും ചെയ്യും. ഞാനിപ്പോൾ എന്തായാലും ഒരു സംബാലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സംബാലിന് ഇവിടെ ഏകദേശം ഒരു 1.5 കപ്പോളം തേങ്ങാ ചിരകിയത് റെഡിയാണ്. ഉണക്കമീൻ ഒരു 3 ഉണക്കമീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനകത്തുള്ള ഒരു മുള്ളു മാറ്റിയിട്ട് പീസസ് എടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, മുളകിൻ്റെ തരി എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി, നാരങ്ങ, ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക. ഈ എന്താ പറയുക, ഇടികല്ലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി നല്ലതായിട്ട് രസമായിട്ടിരിക്കും. ഇടിച്ചെല്ലാം കൂടി ഒരു പേസ്റ്റ് എന്ന് പറയുന്നില്ല, തരിതരിപ്പായിട്ടൊരു ചമ്മന്തി മാതിരി എടുക്കുകയാണെങ്കിൽ. പക്ഷേ ഞാനിപ്പോൾ ഇടികല്ലിലല്ല ചെയ്തത്, മിക്സിയുടെ ബൗളിൽ വെച്ചിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രീലങ്കൻ സംഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുക. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ ചിരകിയത് 1.5 കപ്പ്, കൊച്ചുള്ളി 4 5 എണ്ണം എടുക്കാം, മുളക് തരി അഥവാ ചില്ലി ഫ്ലേക്സ് 1.5 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, ഉണക്കമീൻ വറുത്തെടുത്തത് അതിനുള്ളിലെ മുള്ളെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ പീസസ് മാത്രമായിട്ട് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. നാരങ്ങ നീര് 1/2 നാരങ്ങയുടേത് പിഴിഞ്ഞെടുക്കുക, ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും. ഉപ്പ് ആവശ്യത്തിന്. നമ്മുടെ ശ്രീലങ്കൻ സംബാൽ അഥവാ ശ്രീലങ്കൻ ചമ്മന്തി ഉണ്ടാക്കി തുടങ്ങാം. മിക്സിയുടെ ബൗളിലേക്ക് ഇതിപ്പോൾ 1.5 കപ്പോളം തേങ്ങ ചിരകിയതുണ്ട്, അത് ചേർക്കാം. നല്ല പച്ച തേങ്ങയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഒരു 5 കൊച്ചുള്ളി എടുക്കുന്നു. പിന്നെന്താ, ഇതിനകത്തൊരു 1 ടീസ്പൂണും 1.5 ടീസ്പൂൺ മുളകിൻ്റെ തരി, വറ്റൽ മുളകിൻ്റെ തരി. പിന്നെന്താ പറയേണ്ടത്, ഇത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് വേണം, അതേസമയം ഉണക്കമീനും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമീൻ ഇപ്പോൾ ഒരു 3 എണ്ണമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്തുനിന്ന് അതിൻ്റെ അകത്തുള്ള എൻ്റെ മുള്ള് മാറ്റിയിട്ട് നമുക്ക് ചേർക്കാം. ചെറിയ മീനാണ്, ചെറിയ 3 മീൻ.
അപ്പോൾ ഇത് നവരക്കുട്ടി, നമ്മുടെ നവരയുടെ ചെറുതാണ്, ഒരു ലൈറ്റ് പിങ്ക് കളറിലെ മീനില്ലേ. പക്ഷേ ഇത് പല സ്ഥലത്തും പല പേരായിരിക്കാം. ട്രിവാൻഡ്രം സൈഡിലെ പേരാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ മീൻ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉണക്കമീൻ ഏതായാലും കുഴപ്പമില്ല. ആ ഉണക്കമീൻ്റെ ഒരു ഫ്ലേവർ കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് അതിൻ്റെ അകത്തുള്ള മുള്ളൊക്കെ മാറ്റി, ഇത് ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂൺ അകത്ത് വരും. അതും കൂടി ചേർത്തു. ഇനി ഉപ്പും കൂടി ചേർക്കണം. ഇപ്പം നമ്മൾ ഒരു അല്പം ഉപ്പ് ചേർത്താൽ മതി, ഉണക്കമീൻ്റെ ഉപ്പും കൂടി ഉണ്ടാവുമല്ലോ, അതും കൂടി മിക്സായിട്ട് വരും. ഇനി ഇതിലേക്ക് കുറച്ചുപ്പ്, ഇപ്പം കൂടുതൽ വേണ്ട, വേണമെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാമല്ലോ. പിന്നെ എന്താ വേണ്ടത്, നാരങ്ങ നീര്. ഇപ്പോൾ ഒരു വലിയ നാരങ്ങയുടെ പകുതി, അതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട്. അപ്പോൾ നാരങ്ങയുടെ നീരാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ പുളിയാണ് ഉപയോഗിക്കുന്നത്, അത്രയുള്ള വ്യത്യാസം. പുളിയും വേണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പുളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഉണക്കമീൻ ചമ്മന്തിയായിട്ട് മാറും, കറക്റ്റ് പറഞ്ഞാൽ. നാരങ്ങ നീരും ചേർത്തു. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിൽ, ഇതിപ്പോൾ മിക്സിയിലാണ് ചെയ്യുന്നത്, അവരിങ്ങനെ ഇടികല്ലിലൊക്കെ വെച്ച് ഇടിച്ചൊക്കെ എടുക്കും. ഓക്കെ, ഇതൊന്ന് ചതച്ച് ഒരു ചമ്മന്തി പാകത്തിന് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ചിട്ടാണ് അത് ചതച്ചിട്ട് വന്നത്. അല്ലാണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ രീതി ചെയ്യാം. അപ്പോൾ എരിവ് ഇതൊരു മോഡറേറ്റ് ആണ്. ഇച്ചിരി കൂടെ സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ മുളകിൻ്റെ തരിയോ കൂടുതലാക്കാം. ഉണക്കം മീൻ്റെ അളവും കൂട്ടാൻ വേണമെങ്കിൽ. ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ മിക്സിയിൽ ചെയ്യുമ്പോൾ ആദ്യം ആ ഉണക്കമീനും ഉള്ളിയും കുറച്ച് തേങ്ങയും കൂടി ഇട്ടൊന്ന് ചതയ്ക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മാഷായി കഴിഞ്ഞിട്ട് ബാക്കി തേങ്ങയും കൂടി ഇട്ടിട്ട് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിന് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഉണക്കമീൻ ഒരു പക്ഷേ കുറച്ച് അരയാൻ ബാക്കിയുണ്ടെങ്കിലോ ആ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല. ഓവറായിട്ട് അരച്ചാൽ ഇതങ്ങ് പേസ്റ്റായി പോകും, അത് പാടില്ല. ഇതിങ്ങനെ ഒരു തോരൻ മാതിരി ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി. ശ്രീലങ്കക്കാർക്ക് ഈ ഒരു സംബാൽ എന്ന് പറയുന്ന അവരുടെ ഒരു വലിയൊരു ഡെലിക്കസിയാണ്. ചോറിൻ്റെ കൂടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ചോറ് പിന്നെ ഇടിയപ്പം ഇതിൻ്റെ എല്ലാം കൂടി കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഒരു ചെമ്മീൻ ചമ്മന്തിയൊക്കെ ചെയ്യുന്ന പോലെ എന്ന് വിചാരിക്കാം, സംതിങ് സിമിലർ. അങ്ങനെ സ്വാദിഷ്ടമായ ശ്രീലങ്കൻ സംബോൾ ഇസ് റെഡി. സംബോൾ ഓക്കെ, അടിപൊളി കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രം മതി ചോറുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ സെയിം ചമ്മന്തിയുടെ അതേ ഫോർമാറ്റാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. എങ്കിലും നമുക്കുള്ളൊരു ശ്രീലങ്കൻ വിഭവം ഉണ്ടാക്കിയെന്നുള്ളൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചതൊരു സിമ്പിൾ കോക്കനട്ട് ബ്രെഡ് പുഡിംഗ് ആണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, പക്ഷേ ഒന്ന് സെറ്റായിട്ട് മാത്രം ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി. പിന്നെ രണ്ടാമത് കാണിച്ചതാണെങ്കിൽ അതിനെക്കാട്ടിൽ എളുപ്പമുള്ളൊരു കാര്യമാണ്, നമ്മുടെ ഒരു ചമ്മന്തിയാണ്, ശ്രീലങ്കൻ ചമ്മന്തി, നമ്മുടെ ചമ്മന്തിയല്ല, സംബാൽ. അപ്പോൾ ഇത് രണ്ടും തയ്യാറാക്കുക. ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവലിലൂടെ കാണാം.